अस्सलाम वालेकुम रहमतुल्लाह। अशहदु अल्ला इलाहा इल्लल्लाह वहदहु ला शरीका लहु वअशहदु अन्ना मुहम्मदन अब्दुहु व रसूलुहु अम्मा बअदु फ़अऊज़ु बिल्लाहि मिनश शैतानिर रजीम बिस्मिल्लाहिर रहमानिर रहीम अल्हम्दुलिल्लाहि रब्बिल आलमीन अर्रहमानिर रहीम मालिकि यौमिद्दीन इय्याका नअबुदु व इय्याका नस्तईन इहदिनस सिरातल मुस्तकीम सिरातल लज़ीना अनअमता अलैहिम गैरिल मग़्दूबि अलैहिम वलद्दाल्लीन वमिन्हुम मन यक़ूलु रब्बना आतिना फिद दुनिया हसनतन व फिल आखिरति हसनतन व क़िना अज़ाबन नार। ला युकल्लिफुल्लाहु नफ्सन इल्ला वुस्अहा लहा मा कसबत व अलैहा मक्तसबत रब्बना ला तुआख़िज़ना इन नसीना व अख़्ताना रब्बना वला तहमिल अलैना इस्रन कमा हमलतहु अलल लज़ीना मिन क़ब्लिना रब्बना वला तुहम्मिलना मा ला ताक़त लना बिही वाफ़ अन्ना वग़फ़िर लना वरहमना अंत मौलाना फंसुरना अलल क़ौमिल काफ़िरीन। पहली आयत जो मैंने तिलावत की है उसका तर्जुमा है कि उन्हीं में से ഞാൻ പാരായണം ചെയ്ത ആദ്യ സൂക്തത്തിന്റെ അർത്ഥം ഇപ്രകാരമാകുന്നു: ഞങ്ങളുടെ നാഥ, ഐഹിക ജീവിതത്തിൽ ഞങ്ങൾക്ക് നീ നന്മ നൽകണമേ, പരലോകത്തും നീ ഞങ്ങൾക്ക് നന്മ നൽകണമേ, നരകശിക്ഷയിൽ നിന്നും നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ചിലരും അവരിലുണ്ട്. രണ്ടാമത്തെ സൂക്തത്തിന്റെ അർത്ഥം അള്ളാഹു ഒരാൾക്കും അവന്റെ കഴിവിൽപ്പെട്ടതല്ലാതെ ഉത്തരവാദിത്തം മേൽപ്പിക്കുന്നില്ല. അവൻ പ്രവർത്തിച്ച കർമ്മത്തിന്റെ ഫലം അവന് ലഭിക്കുന്നതാണ്. അവൻ പ്രവർത്തിച്ച ദുഷ്കർമ്മത്തിന്റെ ശിക്ഷയും അവന് അനുഭവിക്കേണ്ടി വരുന്നതാണ്. ഞങ്ങളുടെ നാഥ, ഞങ്ങൾ മറന്നുപോകുകയോ തെറ്റു ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ശിക്ഷിക്കരുതേ. ഞങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നവരുടെ മേൽ ചുമത്തിയതുപോലുള്ള ഭാരം ഞങ്ങളുടെ മേൽ ചുമത്തരുതേ. ഞങ്ങളുടെ നാഥ, ഞങ്ങൾക്ക് വഹിക്കാൻ കഴിയാത്ത ഭാരം ഞങ്ങളുടെ മേൽ ചുമത്തരുതേ.
तू ही हमारा ഞങ്ങൾക്ക് മാപ്പ് നൽകണമേ, ഞങ്ങൾക്ക് പുറത്തു തരണമേ, ഞങ്ങളോട് കരുണ കാണിക്കണമേ. നീയാണ് ഞങ്ങളുടെ രക്ഷാധികാരി. അതിനാൽ സത്യനിഷേധികളായ ജനങ്ങൾക്കെതിരിൽ ഞങ്ങളെ സഹായിക്കണമേ. कुरानी दुआएं हैं जिनके बारे में मैं कुछ कहूंगा, लेकिन ഖുർആനിലുള്ള 2 ദുആകളാണിത്. ഇതിനെ സംബന്ധിച്ച് ഞാൻ ചിലത് പറയുന്നതാണ്. എന്നാൽ അതിനു മുമ്പായി ये हकीकत क्या है, उसकी फिलॉसफी, ദുആയുടെ इस बारे में हज़रत मसीह मौऊद अलैहिस्सलाम യാഥാർത്ഥ്യത്തെയും അതിന്റെ യുക്തിയെയും കുറിച്ച് ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു ഉദ്ധരണി വായിക്കുന്നതാണ്. के वक्त അദ്ദേഹം പറയുന്നു, खुदा से दुआ करता है, പ്രയാസത്തിന്റെയും हल्ले मुश्किलात വിപത്തിന്റെയും സമയത്ത് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും को कमाल तक അവനിൽ നിന്ന് പ്രശ്നപരിഹാരം ആഗ്രഹിക്കുകയും ചെയ്യുന്ന വ്യക്തിക്ക് से इत्मीनान ദുആയെ പൂർണ്ണതയിലെത്തിക്കുകയാണെങ്കിൽ അള്ളാഹുവിൽ നിന്ന് സമാധാനവും യഥാർത്ഥ സന്തോഷവും കരസ്ഥമാകുന്നു. अगर बिलफर्ज वो मतलब उसको ना मिले तब भी ഇനി അഥവാ അയാൾക്ക് और सकीनत ലക്ഷ്യം കരസ്ഥമായില്ലെങ്കിൽ തന്നെയും മറ്റേതെങ്കിലും തരത്തിലുള്ള സമാധാനവും സംതൃപ്തിയും അള്ളാഹുവിൽ നിന്ന് അയാൾക്ക് ലഭിക്കുന്നു. और इलावा का ഒരിക്കലും തന്നെ പരാജിതനാകുന്നതല്ല. तरक्की पकड़ती है। വിജയം കൂടാതെ അയാളുടെ വിശ്വാസ ശക്തി സുദൃഢമാകുകയും ചെയ്യുന്നു, खुदा ताला ദൃഢവിശ്വാസം വർദ്ധിക്കുന്നു. എന്നാൽ ദുആ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് തിരിയാത്തയാൾ എപ്പോഴും അന്ധനായി തന്നെ ഇരിക്കും, तकरीर में അന്ധനായി മരിക്കുകയും ചെയ്യും. का जवाब काफी तौर पर है, പറയുന്നു, നമ്മുടെ ഈ പ്രഭാഷണത്തിൽ नजर खताकार വിഡ്ഢികളായ ആക്ഷേപകർക്കുള്ള മറുപടിയുമുണ്ട്. सोच रखने അവർ തങ്ങളുടെ ദുഷ്ചിന്തയാലും की वजह से പ്രത്യക്ഷത്തിൽ മാത്രം നോക്കുന്ന കാരണത്താലുമാണ് ഈ ആക്ഷേപം ഉന്നയിക്കുന്നത്. आदमी नजर आते हैं कि बावजूद അതായത് कि वो തങ്ങളുടെ काल और काल से दुआ में फना होते हैं, അവസ്ഥയാലും സംഭാഷണത്താലും ദുആയിൽ മുഴുകിയിരിക്കുന്ന ധാരാളം പേരെ തങ്ങളുടെ ഉദ്ദേശത്തിൽ പരാജിതരായി കണ്ടിട്ടുണ്ട്. भी होती है, उसमें फना होते हैं, फिर भी अपने मकासद അവർ പരാജിതരായി മരിക്കുന്നു. मुराद रहते അതായത് അവർ ആഗ്രഹിച്ച ലക്ഷ്യം അവർക്ക് കരസ്ഥമാകുന്നില്ല. यानी उनके मकासद उनको नहीं मिलते जो वो चाहते हैं, और बामुकाबल उनके एक और शख्स होता है कि അതിന് വിപരീതമായി ദുആയിലും അള്ളാഹുവിലും വിശ്വാസമില്ലാത്ത ഒരു വ്യക്തിക്ക് कुछ मिल जाता है। ആ ലക്ഷ്യം കരസ്ഥമാകുന്നു. അതായത് അയാൾക്ക് എല്ലാം ലഭിക്കുന്നു, सो जैसा कि अभी मैंने इशारा, വലിയ വലിയ വിജയങ്ങൾ അയാൾക്ക് ലഭിക്കുന്നു. असल मतलब दुआ से അതിനാൽ ഞാനിപ്പോൾ വിവരിച്ചതുപോലെ तसल्ली और हकीकत ദുആ കൊണ്ടുള്ള യഥാർത്ഥ ഉദ്ദേശം സംതൃപ്തിയും സമാധാനവും യഥാർത്ഥ ക്ഷേമവും കരസ്ഥമാകുക എന്നതാണ്. एक शख्स उसको हासिल नहीं होता, പ്രത്യക്ഷവാദി കാണുന്നത് लेकिन हज़रत ഒരു വ്യക്തി ഏതുദ്ദേശത്തിനു വേണ്ടിയാണോ ദുആ ചെയ്യുന്നത് അത് കരസ്ഥമാകുന്നില്ല എന്നാണ്. എന്നാൽ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, യഥാർത്ഥത്തിൽ ദുആ ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ നിബന്ധന ദുആയെ പൂർണ്ണതയിലെത്തിക്കുക എന്നതാണ്. उसको नहीं देखता। जो मोमिन യഥാർത്ഥത്തിൽ ദുആ ചെയ്യുന്ന ആൾ പ്രത്യക്ഷ വസ്തുക്കളെ ശ്രദ്ധിക്കാറില്ല. को जानता है, വിശ്വാസിയുടെ ഉൾക്കാഴ്ചയുള്ള അള്ളാഹു बल्कि फरमाया कि इत्मीनान और हकीकी ദുആയെ സംബന്ധിച്ച് അറിവുള്ള ഒരു വിശ്വാസി താൻ ആവശ്യപ്പെട്ടത് ലഭിച്ചോ എന്നല്ല നോക്കുന്നത്, മറിച്ച് പറയുന്നു खुशहाली സംതൃപ്തിയും യഥാർത്ഥ ക്ഷേമവും കരസ്ഥമാകുന്നു. सकती है। പറയുന്നു നമ്മുടെ യഥാർത്ഥ ക്ഷേമം ദുആയിലൂടെ നാം ആഗ്രഹിക്കുന്ന കാര്യത്തിലൂടെ മാത്രമേ കരഗതമാകൂ എന്നത് ശരിയല്ല, മറിച്ച് നമ്മുടെ യഥാർത്ഥ ക്ഷേമം എന്തിലാണെന്നത് അള്ളാഹു അറിയുന്നു. दुआ के बाद हमें इनायत कर देता है। പൂർണ്ണ ദുആയ്ക്ക് ശേഷം सही हो, അത് നമുക്ക് തന്നരുളുന്നു. अल्लाह ताला कहने के मुताबिक हो, അഥവാ ദുആ പരിപൂർണവും ശരിയായതും യഥാർത്ഥ നിലയിലുള്ളതും അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചുള്ളതുമാണെങ്കിൽ होता फरमा देता है। യഥാർത്ഥ ക്ഷേമം എന്താണെന്നറിയുന്ന അള്ളാഹു അത് നൽകുന്നു. फरमाया कि जो शख्स रूह की सच्चाई से दुआ करता है वो मुमकिन പറയുന്നു, नहीं സത്യാത്മാവോടുകൂടി ദുആ ചെയ്യുന്ന വ്യക്തി യഥാർത്ഥത്തിൽ പരാജിതനാകുക അസാധ്യമാകുന്നു. ना सिर्फ दौलत से മറിച്ച് मिल सकती, സമ്പത്തിലൂടെയും हुकूमत से और ना सेहत से, बल्कि खुदा അധികാരത്തിലൂടെയും ആരോഗ്യത്തിലൂടെയും മാത്രം ലഭിക്കാത്ത ക്ഷേമം അള്ളാഹുവിന്റെ പക്കലാണുള്ളത്. कामिल दुआओं से ഏത് നിലയിലാണോ അവൻ ആഗ്രഹിക്കുന്നത് നൽകുന്നതാണ്. എന്നാൽ പരിപൂർണ ദുആ മുഖേനയാണ് അത് നൽകപ്പെടുന്നത്. ऐन मुसीबत അള്ളാഹു ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു ആത്മാർത്ഥ സത്യസന്ധന് വിപത്തിൽ അകപ്പെടുന്ന സമയത്ത് ഒരു ചക്രവർത്തിക്ക് രാജസിംഹാസനത്തിൽ ലഭിക്കാത്ത ആനന്ദം നൽകാൻ സാധിക്കുന്നു. അതിനാൽ അതിന്റെ നാമം सो इसी का नाम हकीकी मुराद याबी है,
जो आखिर അതിനാൽ അതിന്റെ നാമം യഥാർത്ഥ ലക്ഷ്യപ്രാപ്തി എന്നാകുന്നു. അത് അവസാനം ദുആ ചെയ്യുന്നവർക്ക് ലഭിക്കുന്നു. जो लज्जत मिलती है वो ദുആ ചെയ്യുന്നവർക്ക് मुश्किल ലഭിക്കുന്ന ആനന്ദം फरमाया ഒരു एक बादशाह को नहीं मिल सकती. രാജാവിന് ലഭിക്കുന്നതല്ല. ये दुआ की हकीकत है ചുരുക്കത്തിൽ और ये जैसे कि मैंने ഇതാണ് ദുആയുടെ യാഥാർത്ഥ്യം, ദുആയുടെ സംക്ഷിപ്ത തത്വജ്ഞാനം. हकीकी मोमिन की ये सोच है. ഇതാണ് ദുആയുടെ ആത്മാവ്. ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ചിന്ത इसे हर वक्त ഇപ്രകാരമായിരിക്കണം. बस जैसा कि आपने നാം എപ്പോഴും ഇത് നമ്മുടെ മുന്നിൽ വെക്കേണ്ടതാണ്. कबूलियत के लिए ചുരുക്കത്തിൽ മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ ദുആ സ്വീകരിക്കപ്പെടുന്നതിനായി तक पहुंचकर അതിനെ പരിപൂർണതയിലേക്ക് എത്തിക്കേണ്ടതാണ്. दुआ कबूल हो जाती है. जो ആ അവസ്ഥയിൽ എത്തുമ്പോൾ ഒന്നുകിൽ उसकी कबूलियत മനുഷ്യൻ അള്ളാഹുവിനോട് അർത്ഥിക്കുന്ന ദുആ സ്വീകരിക്കപ്പെടുന്നു, या फिर സ്വീകരിക്കപ്പെട്ടതിന്റെ അടയാളം പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുന്നു. कि इंसान അല്ലെങ്കിൽ गम जो है എന്ത് ദുഃഖം കാരണത്താലാണോ മനുഷ്യൻ ദുആ ചെയ്തത് वो दूर हो जाता है. ആ ദുഃഖം വിഷമം ദൂരീകരിക്കപ്പെടുന്ന തരത്തിലുള്ള സംതൃപ്തിയും സമാധാനവും കൈവരുന്നു. के नजदीक मेरे लिए बेहतर होगा. അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ എന്താണോ എനിക്ക് ഉത്തമമായിട്ടുള്ളത് അത് എനിക്കായി വെളിപ്പെടുന്നതാണ് की मोमिन की होती എന്ന ഒരു സവിശേഷ മനസ്സമാധാനം കരസ്ഥമാകുന്നു. ഇതാണ് ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ചിന്ത. किताब फरमाया. അള്ളാഹു നമുക്കെല്ലാവർക്കും ഈ സ്ഥാനം കരസ്ഥമാക്കുന്നതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. फल से मिलती है. ഈ തൗഫീക്കും इसके हसूल के लिए भी दुआ करनी चाहिए. അള്ളാഹുവിന്റെ അനുഗ്രഹത്താലാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് അത് കരസ്ഥമാകുന്നതിനായി ദുആ ചെയ്യേണ്ടതാണ്. मैं दो पुरानी दुआओं की ഇപ്പോൾ तरफ दिलानी चाहता हूं. जैसा कि ഞാൻ വിശുദ്ധ ഖുർആനിലെ ये दुआएं രണ്ട് ദുആകളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്നതാണ്. जानते भी. ഈ ദുആകൾ एक दुआ നാം ചെല്ലാറുണ്ട്, അധികം പേർക്കും അറിവുള്ളതുമാണ്. देना फिर അതിലൊരു ദുആ वो फिल आखिरत हसनतम റബ്ബന ആതിന ഫിദ് ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അസാബന്നാർ എന്നതാണ്. और आखिरत അതായത് ഞങ്ങളുടെ നാഥ, ഞങ്ങൾക്ക് ഇഹലോകത്തും നന്മ പ്രദാനം ചെയ്യണമേ, പരലോകത്തും പ്രദാനം ചെയ്യണമേ. खास तौर पर पढ़ा करते ഈ ദുആ और നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും साहब अभी खास പ്രത്യേകിച്ച് ഉരുവിട്ടുകൊണ്ടിരിക്കുമായിരുന്നു. സഹാബാക്കളെയും ഇതിലേക്ക് പ്രത്യേകിച്ച് ശ്രദ്ധ ക്ഷണിക്കുകയും സഹാബാക്കൾ വളരെ ശ്രദ്ധയോടുകൂടി അത് ഉരുവിടാറുണ്ടായിരുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമും नमाज की ഒരു आखिर പ്രത്യേക അവസ്ഥയിൽ നമസ്കാരത്തിലെ അവസാന റക്അത്തിൽ तो उसमें റുക്കുഴിന് ശേഷം നിവർന്നു നിൽക്കുമ്പോൾ ഈ ദുആ ചൊല്ലുന്നതിനായി ജമാഅത്ത് തങ്ങളോട് പറഞ്ഞിരുന്നു. खलीफत मसीह सानी ने भी खास तौर पर ഹദ്റത്ത് इस दुआ की तरफ तवज्जो दिलाई और ഹദ്റത്ത് ഖലീഫത്തുൽ മസാനി റളിയല്ലാഹു അൻഹുവും ഈ ദുആയിലേക്ക് പ്രത്യേക ശ്രദ്ധ ക്ഷണിച്ചിട്ടുണ്ട്. और जमात को വിവിധ ഖുതുബകളിലും ജമാഅത്ത് അംഗങ്ങളോട് इसकी तफसीर भी बयान ഇത് ചൊല്ലുന്നതിനായി നിർദ്ദേശിക്കുകയുണ്ടായി. इस दुआ की അതിന്റെ വിശദീകരണവും നൽകിയിട്ടുണ്ട്. ചുരുക്കത്തിൽ हर ഈ ദുആക്ക് വളരെ പ്രാധാന്യമുണ്ട്. दुआ है. ഇത് लेकिन आजकल എല്ലാ സമയത്തേക്കും കാലത്തേക്കും വേണ്ടിയുള്ള हर तरफ इतना और ദുആയാണെങ്കിലും ഇന്ന് പ്രത്യേകിച്ച് ലോകത്ത് നാനാഭാഗത്തും കുഴപ്പങ്ങളും കലഹങ്ങളും ഉടലെടുത്തിരിക്കുമ്പോൾ ഈ ദുആ പ്രത്യേകമായി നാം ചൊല്ലേണ്ടതാണ്. अच्छाई फायदा ഹസനത്തൻ എന്നതിന്റെ അർത്ഥം നന്മ, बुराई और नुकसान നല്ലത്, ऐसा काम हो പ്രയോജനം, നഷ്ടമില്ലാത്തത്, എല്ലാ ഭാഗത്തു നിന്നും തൽഫലം ലഭിക്കുന്നതും ताला की रजा അള്ളാഹുവിന്റെ തൃപ്തിക്കനുഗുണമായതും എന്നൊക്കെയാണ്. अहमदियों के लिए तो बाज मुसलमान मुल्कों में बहसीत ചില രാഷ്ട്രങ്ങളിൽ भी ऐसे हालात हैं രൂപപ്പെട്ടിട്ടുള്ള അവസ്ഥയിൽ അഹമ്മദി എന്ന നിലയിൽ ധാരാളമായി ഈ ദുആ ചെയ്യേണ്ടതുണ്ട്. मुखालिफीन अहमदियत चाहते हैं कि खुदा ताला की हर नेमत से അഹമ്മദിയത്തിന്റെ വിരോധി ആഗ്രഹിക്കുന്നത് हत्ता कि അള്ളാഹുവിന്റെ എല്ലാ അനുഗ്രഹങ്ങളിൽ നിന്നും അഹമ്മദികളെ തടഞ്ഞു നിർത്തണം എന്നാണ്. ऐसे में ये दुआ ജീവിക്കാനുള്ള അവകാശത്തെ തന്നെ ധ്വംസിക്കാൻ ശ്രമിക്കുന്നു. के सारे मंसूबों के मुकाबले അത്തരുണത്തിൽ ഈ ദുആ, അതായത് അള്ളാഹുവെ, ഭൗതികരുടെ എല്ലാ കുതന്ത്രങ്ങൾക്കും പകരമായി ഞങ്ങളിൽ നിന്നും അകറ്റി നിർത്താൻ അവർ ശ്രമിക്കുന്ന നിന്റെ എല്ലാ അനുഗ്രഹങ്ങളെയും നിന്റെ കാരുണ്യത്താൽ की वजह से हासिल करने वाले बन जाए. കരസ്ഥമാക്കുന്നവരായി हमारे ഞങ്ങളെ മാറ്റണേ. तेरी रजा के हसूल की ഞങ്ങളുടെ वजह से ഭൗതിക കർമ്മങ്ങളും आखिरत की हसना से भी നിന്റെ തൃപ്തി കരസ്ഥമാക്കിയ കാരണത്താൽ പരലോകത്തെ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് തന്നരുളണമേ. करते हैं वो तेरी रजा को हासिल करने वाला हो. ഈ ലോകത്ത് ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും നിന്റെ തൃപ്തിയെ കരസ്ഥമാക്കുന്നതാകട്ടെ. पहुंचाना चाहता है
ശത്രുക്കൾ ഞങ്ങളുടെ വ്യാപാരങ്ങളിൽ നഷ്ടം വരുത്തുവാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ कि दुश्मन के तमाम ശത്രുക്കളുടെ എല്ലാ തന്ത്രങ്ങളും പരാജയപ്പെടുന്ന തരത്തിൽ वो हमें ईमान से फेरने के लिए ഞങ്ങൾക്ക് നീ അനുഗ്രഹങ്ങൾ നൽകണമേ. रिस्क അവർ ഞങ്ങളെ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിനായി तो हमें ऐसे तरीके ഞങ്ങളുടെ ജീവിത വിഭവങ്ങളിൽ നഷ്ടമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു. पहले से बढ़कर അതിനാൽ മുമ്പത്തേക്കാളുപരി അനുവദനീയവും പവിത്രവുമായ ജീവിത വിഭവങ്ങൾ ലഭിക്കുന്ന തരത്തിലുള്ള നന്മകൾ ഞങ്ങൾക്ക് നൽകണമേ. जो हमें दुख देने वाले न हो, ഞങ്ങളുടെ അയൽക്കാർ ഞങ്ങളെ വിഷമിപ്പിക്കുന്നവരാകരുത്. जो हमें दुख देने वाले न हो, ഞങ്ങളുടെ സമീപവാസികൾ हमारे शहरों को हमारे ഞങ്ങളെ लिए हसना बना വിഷമിപ്പിക്കുന്നവരാകരുത്. दे, हमारे मुल्क को हमारे लिए हसना बना दे, ഞങ്ങളുടെ പട്ടണത്തെ ഞങ്ങൾക്ക് അനുഗ്രഹീതമാക്കി തീർക്കുക. ഞങ്ങളുടെ രാഷ്ട്രത്തെ ഞങ്ങൾക്ക് അനുഗ്രഹീതമായി തീർക്കുക. ഞങ്ങൾക്കെതിരിൽ നടപടിയെടുക്കുന്നവരുടെ തിന്മ അവരിലേക്ക് മടങ്ങട്ടെ. जो रहम दिल हो, ഞങ്ങളുടെ ഭരണാധികാരിയെ കാരുണ്യ ഹൃദയരാക്കണമേ, करने वाले हो, ഭയഭക്തിയുള്ളവരാക്കണമേ, में നീതി ചെയ്യുന്നവരാക്കണമേ. हम देख रहे हैं कई जगह हाकिम ही है, कुरान ही है, ഇന്ന് പല മുസ്ലിം രാഷ്ട്രങ്ങളിലും अवाम के लिए ഭരണാധികാരികൾ തന്നെ പൊതുജനങ്ങൾക്കായി या വിപത്തായി മാറിയിരിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. मातहतों के हक अदा करने वाले हाकिम हों, अफसर हों, അധികാര പരിധിയിലുള്ളവരുടെ അവകാശത്തെ പൂർത്തിയാക്കുന്ന അധികാരികളാക്കണമേ. तो ऐसे हाकिम दे അഥവാ ഇപ്പോഴുള്ള അധികാരി നിന്റെ ദൃഷ്ടിയിൽ ताकि उनके जरिए से പരിഷ്കരണ യോഗ്യനല്ല എങ്കിൽ दुनिया के फवायद मिलने हैं, ഈ നന്മകളുള്ള അധികാരിയെ നീ നൽകണമേ. അവരിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്ന ഭൗതിക അനുഗ്രഹങ്ങൾ കരസ്ഥമാകുന്നതിനായി. फिर दोस्त സുഹൃത്തുക്കൾ നന്മ ആഗ്രഹിക്കുന്നവരാകട്ടെ, जो खैर खा हों, मोहब्बत करने वाले हों, दुखों में काम आने वाले हों, സ്നേഹിക്കുന്നവരാകട്ടെ, नेकियों का जवाब नेकियों से देने വിഷമത്തിൽ वाले हों। പ്രയോജനപ്പെടുന്നവരാകട്ടെ, നന്മയ്ക്ക് പകരമായി നന്മ ചെയ്യുന്നവരാകട്ടെ. इस बारे में बड़ी तफसील से बयान फरमाया है। पाकिस्तान में ഹദ്റത്ത് മുസ്ലിം മഊദ് റളിയല്ലാഹു തആല അൻഹു ഇതിനെ സംബന്ധിച്ച് വളരെ വിശദമായി പരാമർശിച്ചിട്ടുണ്ട്. मौलवियों പാകിസ്ഥാനിൽ को अहमदियों को नुकसान ഒരു पहुंचाने വിഭാഗം की करता है। മൗലവിമാരെ പിന്തുടർന്നുകൊണ്ട് അഹമ്മദിയക്ക് നഷ്ടം വരുത്തിവെക്കാൻ ശ്രമിക്കുന്നവരായിട്ടുണ്ടെങ്കിലും दोस्ती का हक ഒരു निभाने വലിയ വിഭാഗം हर पाकिस्तानी को बुरा नहीं कह सकते। സൗഹൃദത്തിന്റെ കടമ പൂർത്തിയാക്കുന്നവരാണ്. എല്ലാ പാകിസ്ഥാനികളെയും മോശക്കാരെന്ന് പറയാൻ കഴിയില്ല. അല്ലെങ്കിൽ അഹമ്മദികളെ എതിർക്കുന്ന വിവിധ രാഷ്ട്രങ്ങളിലെ എല്ലാവരും മോശക്കാരാണെന്ന് പറയാൻ കഴിയില്ല. ऐसे लोग हैं जो जैसा कि मैंने कहा दोस्ती का हक निभाने वाले हैं, हमदर्द हैं, खैर खा हैं, സുഹൃത്ത് ബന്ധത്തെ വിലമതിക്കുന്നവരുമുണ്ട്, സഹതാപമുള്ളവരുമുണ്ട്, നന്മ ആഗ്രഹിക്കുന്നവരുമുണ്ട്, വിഷമഘട്ടത്തിലും വിപത്തിലും പ്രയോജനപ്പെടുന്നവരുമുണ്ട്. കഴിഞ്ഞ ദിവസം पाकिस्तान में തട്ടിക്കൊണ്ടുപോകപ്പെട്ട ഒരു അഹമ്മദി ഒരു കത്തിൽ എനിക്ക് എഴുതുകയുണ്ടായി. मुतालबा किया പാകിസ്ഥാനിൽ और जिसका इंतजाम തട്ടിക്കൊണ്ടുപോയവർ അദ്ദേഹത്തോട് വലിയ തുകയാണ് ആവശ്യപ്പെട്ടത്. कोशिश करते रहे അത് പെട്ടെന്ന് സംഘടിപ്പിക്കുക അസാധ്യമായിരുന്നു. और അദ്ദേഹത്തിന്റെ സഹോദരൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. जितनी रकम वो मांग रहे थे अगवा करने वाले वो എന്നാൽ इंतजाम തട്ടിക്കൊണ്ടുപോയവർ ആവശ്യപ്പെട്ട അത്ര തുക സംഘടിപ്പിക്കാൻ സാധിച്ചില്ല. उनका अच्छा एक ഇവർ നിയമത്തിനടുത്തേക്ക് എത്തില്ല എന്ന ധൈര്യവും അവർക്കുണ്ടായിരുന്നു. അവർ പറഞ്ഞു, നിങ്ങൾ ഇത്ര രൂപ ഞങ്ങൾക്ക് എത്തിക്കുക, और जमानत भी ബാക്കി തുകയ്ക്കുള്ള ജാമ്യം നൽകുക. तो इनके गैर अहमदी दोस्त ने ജാമ്യവും ഏതെങ്കിലും അഹമ്മദിയുടെ ആകരുത്. और അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു അനഹമ്മദി സുഹൃത്ത് അദ്ദേഹത്തിന് ജാമ്യം നിന്നു. अब इस അക്കാരണത്താൽ ने भी അദ്ദേഹത്തിന്റെ മോചനം സാധ്യമായി. ആ അനഹമ്മദി സുഹൃത്ത് തന്റെ ജീവനാണ് പണയം വെച്ചത്. जरिए से लेनी है। അവർ ഇദ്ദേഹം മുഖേനയായിരുന്നു ആ തുക ഈടാക്കേണ്ടത്. लोग अहमदियों की खातिर कुर्बानियां करने वाले हैं। ചുരുക്കത്തിൽ അഹമ്മദികൾക്കായി ത്യാഗം ചെയ്യുന്ന ഇത്തരക്കാരുമുണ്ട്. माहौल में रहने के बावजूद जो माहौल आजकल वहां बना हुआ है, नेकी करने वाले लोग हैं। ഇക്കാലത്ത് അവിടെ രൂപപ്പെട്ടിട്ടുള്ള ചുറ്റുപാടിൽ കഴിയുന്നവരായിരുന്നിട്ടും दहशतगर्दों और നന്മ ചെയ്യുന്നവരാണ്, സൗഹൃദത്തിന്റെ കടമ നിറവേറ്റുന്നവരാണ്, दुनिया की हसना में से ഭീകരവാദികൾക്കും മുല്ലമാർക്കും എതിരാണ്. मिल जाए। നല്ല സുഹൃത്ത് ലഭിക്കുക എന്നത് ഇഹലോകത്തെ അനുഗ്രഹങ്ങളിൽ ഒന്നാണ്. रिपोर्ट आती हैं അതുപോലെ माली में हमारे रेडियो स्टेशन മിഷനിൽ നിന്നും വന്ന റിപ്പോർട്ട് ഞാൻ നോക്കുകയായിരുന്നു. മാലിയിൽ നമ്മുടെ റേഡിയോ സ്റ്റേഷൻ സ്ഥാപിതമായ കാരണത്താൽ हो रही है। വളരെ വിപുലമായ നിലയിൽ തബ്ലീഗ് നടക്കുന്നുണ്ട്. जो मुसलमान मुल्कों से मदद लेकर അത് കേട്ടപ്പോൾ അറബ് മുസ്ലിം രാഷ്ട്രങ്ങളിൽ നിന്ന് അഹമ്മദികളെ തടയുന്നതിനും रोकें അവർക്ക് और उन्हें जिस हद तक हो सकता है കഴിയുന്നത്ര दुनियावी नुकसान पहुंचाने की भी നാശനഷ്ടങ്ങൾ
വരുത്തി തീർക്കുന്നതിനുമായി तो ऐसे मौलवी സഹായം കരസ്ഥമാക്കുന്ന हमारे ചില വിരോധി മൗലവിമാർ कहते भी रहते हैं, നമ്മുടെ മുബല്ലിഗുമാരെ ഭീഷണിപ്പെടുത്തി ये कर देंगे वो कर देंगे, ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കാറുമുണ്ട്. हमारे खिलाफ ഞങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യുമെന്നെല്ലാം പറഞ്ഞ് ഫോൺ ചെയ്യാറുണ്ട്. ये काफिर हैं और फलां हैं और फलां हैं। ഇവരുടെ കാര്യങ്ങളൊന്നും കേൾക്കരുതെന്ന് പറഞ്ഞ് നമുക്കെതിരെ പ്രചരണം നടത്തുന്നു. तो അവർ കാഫിറാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെല്ലാം പറഞ്ഞുകൊണ്ട് वहाँ एक ऐसी सूरत हाल पैदा हो गई जो ये ചിലർ इंतहा थी। അതിനെ പാരമ്യതയിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ അവിടെ ഇത്തരത്തിലുള്ള ഒരു സങ്കീർണമായ അവസ്ഥ സംജാതമായി. बास अच्छे ശത്രുക്കൾ എതിർപ്പിൽ അങ്ങേയറ്റം എത്തിക്കഴിഞ്ഞു. असर रसूख रखने वाले ഇതിനെ സംബന്ധിച്ച് गैर लोगों को അവിടെയുള്ള ചില നല്ല സന്മനസ്സുള്ള उन्होंने पैगाम भेजा പ്രതാപവും സ്വാധീനമുള്ള അനഹമ്മദികൾക്ക് അറിവ് ലഭിച്ചപ്പോൾ और अपना काम किए चले जाओ, यही इस्लाम हकीकी इस्लाम അവർ നമ്മുടെ മുബല്ലിഗിന് സന്ദേശം അയച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പരിഭ്രമിക്കേണ്ട, നിങ്ങളുടെ ജോലി നിർബാധം തുറന്നുകൊള്ളുക, നിങ്ങൾ പ്രചരിപ്പിക്കുന്ന ഇസ്ലാമാണ് യഥാർത്ഥ ഇസ്ലാം, और ഇതിൽ നിന്ന് നിങ്ങളെ തടയാൻ ആർക്കും കഴിയില്ല. ഇങ്ങനെയുള്ള നല്ല മിത്രങ്ങളെ അള്ളാഹു എല്ലായിടത്തും സജ്ജമാക്കിക്കൊണ്ടിരിക്കുന്നു. സ്വയം അഹമ്മദികളല്ലെങ്കിലും അഹമ്മദിയത്തിന്റെ പ്രചാരണത്തിലും സന്ദേശം എത്തിക്കുന്നതിലും വലിയ പങ്കാണ് അവർ വഹിക്കുന്നത്. बस हसना को ഇതും जितनी वसअत ഞാൻ देते പറഞ്ഞതുപോലെ അനുഗ്രഹമാണ്. उतना ही है। ചുരുക്കത്തിൽ ഹസനാത്തിനെ എത്രത്തോളം വിശാലമാക്കുന്നുവോ അത്രത്തോളം അത് दुनियावी जिंदगी के തുറക്കപ്പെടുന്നതാണ്. पहलू पर हावी होने അള്ളാഹുവിനോട് उसके जितने ഈ ഭൗതിക ജീവിതത്തിലെ എല്ലാ വശങ്ങളിലും വ്യാപിക്കുന്നതിനായി അവനോട് എത്രത്തോളം കാരുണ്യവും ഉത്തമ വസ്തുക്കളും ആവശ്യപ്പെടുന്നുവോ അതെല്ലാം തന്നെ ഹസനാത്തിൽ ഉൾപ്പെടുന്നതാണ്. अच्छी बीवी है, अच्छा खामद है, नेक बच्चे हैं, വ്യക്തിപരമായ ജീവിതത്തിൽ ഉത്തമ ഭാര്യയും ഉത്തമ ഭർത്താവും സൽസന്താനങ്ങളും चीज जिसमें രോഗത്തിൽ നിന്നും മുക്തമായ ജീവിതവും के नजदीक हमारे തുടങ്ങിയവ അള്ളാഹുവിന്റെ എല്ലാം തന്നെ അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ നമുക്ക് മേന്മയും ഗുണവുമുള്ള എല്ലാം തന്നെ और यही एक ഭൗതിക मोमिन का मंशा और ഹസനാത്തുകളാണ്. ख्वाहिश है कि अल्लाह ताला उसे हर वो चीज दे തനിക്ക് ആവശ്യമുള്ള എല്ലാ വസ്തുക്കളും അള്ളാഹു അവന് നൽകണം എന്നതാണ് ഒരു വിശ്വാസിയുടെ ആഗ്രഹം. हो ज़ाहिरी എല്ലാ തരത്തിലും बातनी लिहाज നല്ലത്, क्योंकि गैब और हाजिर का ബാഹ്യമായും ആന്തരികമായും. सिर्फ अल्लाह ताला को है, കാരണം इसलिए वही बेहतर फैसला അദൃശ്യമായ എല്ലാ കാര്യങ്ങളെയും കുറിച്ചുള്ള അറിവ് അള്ളാഹുവിന് മാത്രമാണുള്ളത്. ज़ाहिरी और बातनी അതിനാൽ ബാഹ്യവും ആന്തരികവുമായ നിലയിൽ നമുക്കേതാണ് ഉത്തമമെന്ന് അവനെ അറിയാൻ കഴിയൂ. में गलती खा सकते हैं, ഏതെങ്കിലും വസ്തു തിരഞ്ഞെടുക്കുന്നതിൽ നമുക്ക് പിഴവ് സംഭവിക്കാം, എന്നാൽ അള്ളാഹുവിന് ज़ाहिर पिഴവ് तौर पर സംഭവിക്കില്ല. हम किसी को अच्छा दोस्त समझते हैं, പ്രത്യക്ഷത്തിൽ लेकिन നാം वही पहुंचाने वाला ആരെങ്കിലും ഉത്തമ മിത്രമായി ധരിക്കുന്നു, എന്നാൽ അയാൾ തന്നെ നഷ്ടമുണ്ടാക്കുന്നവനായി തീരുന്നു. मामलात आते हैं जहाँ लोगों ने बड़ा इतबार किया अपने दोस्तों पर, कारोबारों में शरीक ठहरे, തങ്ങളുടെ സുഹൃത്തുക്കളിൽ लेकिन वही उनको नुकसान വളരെ വിശ്വാസമർപ്പിക്കുകയും വ്യാപാരത്തിൽ പങ്കാളികളാക്കുകയും ചെയ്യുകയും हम അവർ തന്നെ നഷ്ടം വരുത്തിയതുമായ പല സംഭവങ്ങളും वही नुकसान ഉണ്ടാകാറുണ്ട്. उठाने वाला बन जाता है। നാം ആരെങ്കിലും അധികാരിയാക്കുന്നു, എന്നാൽ അയാൾ തന്നെ നഷ്ടമുണ്ടാക്കുന്നവനായി മാറുന്നു. रोजमर्रा के मामलात में भी हम देखते हैं ജമാഅത്ത് നേരെയുള്ള ബുദ്ധിമുട്ടുകൾ കൂടാതെ बाज बातें നിത്യജീവിതത്തിലും ചിലർ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതായി നാം കാണുന്നു. बन जाती हैं। बस सही रंग में रब्बाना आतेना फिर दुनिया हसनत की दुआ ചുരുക്കത്തിൽ है जो अल्लाह ताला യഥാർത്ഥ നിലയിൽ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനത്തൻ എന്ന ദുആ तो जमाती അള്ളാഹു സ്വീകരിക്കുകയാണെങ്കിൽ भी परेशानियों से इंसान बच सकता है। ജമാഅത്തിയായതും ना सिर्फ बच വ്യക്തിപരവുമായ सकता है, പ്രയാസങ്ങളിൽ बल्कि നിന്ന് अल्लाह മനുഷ്യൻ के नामों का രക്ഷപ്പെടുന്നതാണ്. बारिश बनता है। രക്ഷപ്പെടുക എന്ന് മാത്രമല്ല അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ അവകാശിയായി തീരുന്നതുമാണ്. बन सकता है। फिर फरमाया അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുന്നവരായി മാറുന്നതുമാണ്. कि आखिरत में भी हमें പിന്നീട് പറയുന്നു, हर वो വഫിൽ चीज़ ആഖിറത്തി ഹസനത്തൻ, हसना हो, പരലോകത്തും यानी वहाँ भी जाहिर व बातिन ഹസനത്തൻ ആയിട്ടുള്ള എല്ലാം നൽകണമേ. അതായത് അവിടെയും പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും നല്ലതായ വസ്തുക്കൾ നൽകുക. ഹദരത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തൻഹു ഒരിടത്ത് ഇതിന്റെ വ്യാഖ്യാനം ഇപ്രകാരം നൽകുന്നു: ആഖിറത്തിൽ നന്മ മാത്രമാണെന്ന് ചിലർ ധരിക്കുന്നു. നന്മയ്ക്ക് വേണ്ടിയുള്ള ദുആ അള്ളാഹു സ്വീകരിച്ചാൽ നന്മ മാത്രമാണ്. അപ്പോൾ അവിടെ ആന്തരികവും ബാഹ്യവുമായ നിലയിൽ നല്ല വസ്തുക്കൾ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, आखिरत में भी बाज़ चीजें ऐसी हैं എപ്രകാരം ഈ ലോകത്തുള്ള എല്ലാം बातन में अच्छी हैं നല്ല തന്നെയാണ്, मगर जाहिर में बुरी हैं। പരലോകത്തുള്ള എല്ലാം നല്ലത് തന്നെയാണ്. എന്നാൽ പരലോകത്തും ചില വസ്തുക്കൾ പരോക്ഷത്തിൽ നല്ലതാണെങ്കിലും പ്രത്യക്ഷത്തിൽ മോശമാണ്. ഉദാഹരണമായി एक लिहाज से वो बुरी നരകം. വിശുദ്ധ ഖുർആനിൽ നിന്ന് മനസ്സിലാകുന്നത് നരകം മനുഷ്യന്റെ പരിഷ്കരണത്തിലുള്ള മാധ്യമമാണെന്നാണ്. ഒരു വിധത്തിൽ അത് മോശമായതുമാണ്. तो इसलिए പരലോകത്തിന് വേണ്ടിയും അള്ളാഹു ഹസനത്തിന് എന്ന പദം ഉപയോഗിക്കാൻ കാരണം
നിങ്ങളുടെ ദുവ ഇപ്രകാരമായിരിക്കണം: बल्कि तेरे फजल से हो। ഞങ്ങളുടെ നാഥ, ഞങ്ങളുടെ സമുദ്ധാരണം നരകത്തിലൂടെ ആയിരിക്കരുത്, മറിച്ച് നിന്റെ കാരുണ്യത്താലായിരിക്കണം. जैसे दोज़ख പരലോകത്ത് പരോക്ഷമായി മാത്രം നല്ല വസ്തുക്കൾ നൽകരുത്, നരകത്തെ പോലെ. मगर जाहिर में बुरा है क्योंकि वो अजाब है। അത് പരോക്ഷമായി നല്ലതാണ്, അതിലൂടെ അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാകുന്നു. इसका जाहिर भी अच्छा है എന്നാൽ और बातिन भी अच्छा है। പ്രത്യക്ഷത്തിൽ മോശമാണ്, കാരണം അത് ശിക്ഷയാണ്. यहाँ ही പരലോകത്തുള്ള ये भी याद ഹസനത്തൻ रखना കേവലം चाहिए സ്വർഗമാകുന്നു, कि അത് इस दुनिया പ്രത്യക്ഷത്തിലും की പരോക്ഷത്തിലും हसना നല്ലതാണ്. आखिरत की ഇഹലോകത്തിലെ हसना का നന്മ विकास करती है। പരലോകത്തിലെ अगर इस നന്മയ്ക്ക് दुनिया में കാരണമായി हर തീരുന്നു चीज എന്നതും जिसका നാം जाहिर भी ഓർക്കേണ്ടതാണ്. अच्छा है और बातिन भी अच्छा है और अल्लाह ताला की रज़ा ഇഹലോകത്ത് നമുക്ക് ലഭിക്കുന്നവ ആന്തരികമായും ബാഹ്യമായും നല്ലതും ദൈവ സംതൃപ്തി ऐसी हसना നേടിത്തരുന്നതുമാണെങ്കിൽ मिलेगी जिसका जाहिर भी अच्छा हो और പരലോകത്തും ആന്തരികവും ബാഹ്യവുമായ നല്ലത് തന്നെ ലഭിക്കുന്നതാണ്. एक जगह इस बारे में फरमाते हैं कि इंसान ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഇതിനെ സംബന്ധിച്ച് ഒരിടത്ത് പറയുന്നു, मोहताज है। മനുഷ്യൻ തന്റെ നഫ്സിന്റെ ക്ഷേമത്തിനായി രണ്ട് കാര്യങ്ങളെ ആശ്രയിക്കുന്നു: साहिब, शदाइद, ഈ ലോകത്തെ സംക്ഷിപ്ത ജീവിതം, അതിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളും ദുഃഖങ്ങളും പരീക്ഷണങ്ങളും തുടങ്ങിയവയിൽ നിന്ന് जो उसे खुदा സുരക്ഷിതമാവുക. दूर करते हैं। രണ്ടാമത്തേത് ദൈവത്തിൽ നിന്നും അകറ്റുന്ന ദുഷ്കർമ്മങ്ങളിൽ നിന്നും ആത്മീയ രോഗങ്ങളിൽ നിന്നും മോക്ഷം നേടുക. क्या रूहानी तौर पर हर ഭൗതിക ഹസനാത്ത് എന്ന് പറയുന്നത് ശാരീരികമായും ആത്മീയമായും എല്ലാ വിപത്തുകളിൽ നിന്നും, മോശമായ ജീവിതത്തിൽ നിന്നും, അപമാനത്തിൽ നിന്നും फरमाया कि സുരക്ഷിതരായിരിക്കുക എന്നതാണ്. ഖുലിഖൽ ഇൻസാനു ലഈഫ, അതായത് മനുഷ്യൻ ദുർബലനായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. പറയുന്നു, ഒരു നഖത്തിൽ വേദനയുണ്ടെങ്കിൽ ജീവിതം ക്ലേശകരമാകുന്നു. जैसे അതുപോലെ മനുഷ്യന്റെ ജീവിതം മോശമാകുമ്പോൾ, उनकी ഉദാഹരണമായി जुल्म से भरी हुई है। തെരുവു സ്ത്രീകളുടെ സംഘത്തിന്റെ ജീവിതം എത്ര പീഡനങ്ങൾ നിറഞ്ഞതാണ്. മൃഗങ്ങളെ പോലെയുള്ള ജീവിതമാണ്. और आखिरत की खबर ദൈവത്തെയും പരലോകത്തെയും കുറിച്ചുള്ള യാതൊരു അറിവുമില്ല. एक पहलू से ख्वाब दुनिया का हो, ഇഹലോകപരമോ പരലോകപരമോ ആയ എല്ലാ നിലയിലും സർവ്വ വിപത്തുകളിൽ നിന്നും അള്ളാഹു സുരക്ഷിതനാക്കുക എന്നതാണ് ദുനിയാവിലെ ഹസനാത്ത്. वो भी दुनिया की പിന്നീട് हसना का समरा है, उसी का फल है। ഫിൽ ആഖിറത്തി ഹസന എന്നതിൽ का हसना इंसान പരലോകത്ത് ലഭിക്കുന്നത് ഭൗതിക നന്മയുടെ ഫലങ്ങളാണ്. आखिरत के वास्ते है। ये गलत ഭൗതിക നന്മകൾ മനുഷ്യൻ ലഭ്യമായാൽ അത് പരലോകത്തിനായി നല്ല ശകുനമാകുന്നു. आखिरत की भलाई ईमान ഭൗതിക നന്മകൾ എന്തിനാണ് ചോദിക്കുന്നത്? പരലോകത്തെ നന്മകൾ ചോദിക്കുക എന്ന് പറയുന്നത് തെറ്റാണ്. ऐसे उमूर हैं പറയുന്നു, जिससे इंसान को आराम मिलता है। ആരോഗ്യത്തിലൂടെ മനുഷ്യന് സുഖം ലഭിക്കുന്നു. അത് മുഖേന അവർക്ക് പരലോകത്തിനായി ചിലത് ചെയ്യാൻ സാധിക്കുന്നു. आखिरत का അതുകൊണ്ടാണ് ഭൗതിക ലോകത്തെ പരലോകത്തിന്റെ खेती कहते हैं। दुनिया में जो കൃഷിയിടം എന്ന് പറയുന്നത് जाके काटोगे, ലോകത്ത് നടന്നതായിരിക്കും അവിടെ ചെന്ന് വിളവെടുക്കുന്നത്. दुनिया में सेहत, इज्जत, औलाद और आफियत യഥാർത്ഥത്തിൽ അള്ളാഹു ആർക്കാണോ ലോകത്ത് ആരോഗ്യവും ആദരവും സന്താനങ്ങളും സൗഖ്യവും നൽകുന്നത്, അവരുടെ കർമ്മങ്ങൾ ഉത്തമങ്ങളായിരിക്കുകയും ചെയ്യുന്നത്, അവരുടെ പരലോകവും നല്ലതായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. अल्लाह ताला फरमाता है कि वक़िना अज़ाबन्नार। പിന്നീട് ഇതേ ആയത്തിന്റെ അവസാനത്തിൽ അള്ളാഹു പറയുന്നു, വക്കിന അസാബന്നാർ, इसमें ഞങ്ങളെ തീയുടെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കണേ എന്ന് ദുആ ചെയ്യുക. नार की तरफ ही तवज्जो नहीं दिलाई गई, ഇതിൽ പരലോകത്തെ ശിക്ഷയെക്കുറിച്ച് മാത്രമല്ല പരാമർശിക്കുന്നത്. जो इस दुनिया की आग भी है। इस दुनिया में भी आग का अजाब होता है। बस इस दुआ में दुनिया और आखिरत दोनों ഈ ലോകത്തും തീയുടെ ശിക്ഷയുണ്ട്. सिखाई गई है। ഈ ആയത്ത് ഇഹലോകത്തെയും പരലോകത്തെയും അഗ്നിയുടെ ശിക്ഷയിൽ നിന്ന് दुनिया के अजाब नार जो है രക്ഷ നേടുന്നതിനുള്ള ദുആയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. मुसीबतें हैं और दुख, ഇഹലോകത്തുള്ള നരകശിക്ഷയും വിവിധ തരത്തിലാണുള്ളത്. വിപത്തുകളും ദുഃഖങ്ങളും അള്ളാഹു ആഗ്രഹിക്കുകയാണെങ്കിൽ ശിക്ഷയ്ക്ക് പകരം നന്മയായി തീരുന്നു. इस दुनिया में अजाब नार की एक मिसाल ഈ ലോകത്തുള്ള നരകശിക്ഷയുടെ ഒരു ഉദാഹരണം वो भी है। ചില രാഷ്ട്രങ്ങളിൽ ഇന്ന് ആളുകൾ രൂപം കൊണ്ടിട്ടുള്ള അവസ്ഥയാണ്. बाजार में फिरते हुए कहां से വീട്ടിലിരിക്കുമ്പോഴോ അങ്ങാടിയിൽ നടക്കുമ്പോഴോ गोला फटे എവിടെ നിന്നെങ്കിലും വെടിയുണ്ട വന്ന് തറക്കുമോ, या उसकी അല്ലെങ്കിൽ സ്ഫോടനം ഉണ്ടായി മനുഷ്യൻ രക്തത്തിൽ കുളിപ്പിക്കുമെന്നോ അല്ലെങ്കിൽ അവന്റെ ജീവനെ നശിപ്പിക്കുമെന്നോ അറിയാൻ സാധിക്കുന്നില്ല. ധാരാളം ജീവനുകൾ ഇപ്രകാരം പാഴായി പോകുന്നു. जब ऐसी जहां हो रही हुई बातें हो അതിനാൽ നരകശിക്ഷയിൽ നിന്ന് മനുഷ്യൻ മോക്ഷത്തിനായി ദുആ ചെയ്യുമ്പോൾ ഇത്തരത്തിൽ സംഭവിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന്, ജീവിതത്തിൽ നിന്ന് അള്ളാഹു ദുആ സ്വീകരിച്ചുകൊണ്ട് രക്ഷപ്പെടുത്തുന്നു. आजकल के शुरूर जो दहशतगर्द
गर्दों ने पैदा किए हुए हैं, ഇന്ന് ഭീകരവാദികൾ സംജാതമാക്കിയിട്ടുള്ള ഈ അവസ്ഥയിൽ നിന്ന് രക്ഷ നേടാനുള്ള हमारे एक अहमदी ദുആയാണിത്. कराची में കഴിഞ്ഞ ദിവസം കറാച്ചിയിലുള്ള നമ്മുടെ 40 ഒരു അഹമ്മദി യുവാവ് सौदा लेने के लिए घर से निकले 40-45 और വയസ്സായിരുന്നു. 2-4 मिनट के बाद ही സാധനങ്ങൾ വാങ്ങുന്നതിനായി വീട്ടിൽ നിന്ന് പുറപ്പെട്ടതായിരുന്നു. 2-4 മിനിറ്റിനു ശേഷം തന്നെ സ്ഫോടനമുണ്ടാകുകയും 50ഓളം ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തു. അതിൽ അദ്ദേഹവും ഷഹീദായി. बस आजकल तो जगह जगह ചുരുക്കത്തിൽ के फंदे इन दहशतगर्दों ने ഇന്ന് എല്ലായിടത്തും लगाए हुए। ഈ ഭീകരവാദികൾ തീക്കുണ്ഡം തയ്യാറാക്കിയിരിക്കുകയാണ്. अल्लाह ताला से बहुत दुआ की जरूरत है। അതിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി അള്ളാഹുവിനോട് ധാരാളം ദുആ ചെയ്യേണ്ടതുണ്ട്. इसलिए എപ്പോൾ എവിടെ എന്താണ് സംഭവിക്കുക എന്ന് അള്ളാഹുവിനറിയാം. അതിനാൽ में रहना और मेरा ഞാൻ വീട്ടിലിരിക്കുന്നതും പുറത്തിറങ്ങുന്നതും तेरे फजल നിന്റെ കാരുണ്യത്താൽ हसना का बाइस बन जाए അനുഗ്രഹീതമായിരിക്കണം എന്ന്, और इन अजाबों से मुझे ഈ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കണമെന്നും അവനോട് ദുആ ചെയ്യുക. इसी तरह आखिरत के अजाब से मुझे बचा। അതുപോലെ इस्लाम का एक ആഖിറത്തിലെ ശിക്ഷയിൽ നിന്നും എന്നെ രക്ഷിക്കണേ. कि दुआ की हाजत तो മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം जिसके सारे ന്റെ ഒരു ഉദ്ധരണി വായിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, ആരുടെ സർവ്വമാർഗങ്ങളുമാണോ അടഞ്ഞിരിക്കുന്നത് അവർക്കാണ് ദുആയുടെ ആവശ്യം. അവനിലേക്കല്ലാത്ത മറ്റു മാർഗങ്ങളൊന്നുമില്ലാത്തവനിൽ നിന്നാണ് ദുആ പുറപ്പെടുക. तो हज़रत मसीह मौला കഴിഞ്ഞതിന്റെ മുമ്പത്തെ ഖുത്ബയിൽ ഞാൻ മുസ്ലിം മൗദലത്തിനുമായി ബന്ധപ്പെട്ട് होती है जिसके सारे ഇതിനെ വിശദീകരിച്ചിരുന്നു. ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ആരുടെ സർവ്വമാർഗങ്ങളുമാണോ അടഞ്ഞിരിക്കുന്നത് वरद रब्बना आतिना फी दुनिया അവർക്കാണ് ദുആയുടെ ആവശ്യം. അവനിലേക്കല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ലാത്തവരിൽ നിന്നാണ് ദുആ പുറപ്പെടുന്നത്. അള്ളാഹുവിനെ തന്റെ നാഥനായി മനസ്സിലാക്കുകയും തന്റെ നാഥന്റെ മുന്നിൽ और सारे अरबाब बातिल മറ്റെല്ലാ വ്യാജ ദൈവങ്ങളും നിഷ്ക്രിയമാണെന്ന ദൃഢവിശ്വാസമുള്ളവരിൽ നിന്ന് റബ്ബന ആതിന ഫിദ്ദുനിയ എന്ന ദുആ പുറപ്പെടുന്നത്. भी जो शख्स एक പറയുന്നു, അഗ്നി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖിയാമത്തിൽ ഉണ്ടാകുന്ന അഗ്നി മാത്രമല്ല, മറിച്ച് ഇഹലോകത്തും ദീർഘായുസ് കരസ്ഥമാക്കുന്ന മനുഷ്യർ ഇവിടെ ആയിരക്കണക്കിന് അഗ്നികളുണ്ടെന്ന് മനസ്സിലാക്കുന്നു. तरह तरह വിവിധ തരത്തിലുള്ള അഗ്നികൾ ലോകത്തുണ്ടെന്ന് അനുഭവസ്ഥർക്കറിയാം. फाके വിവിധ തരത്തിലുള്ള ശിക്ഷകൾ, ഭയം, രക്തച്ചൊരിച്ചിൽ, പട്ടിണിയും ക്ഷാമവും, രോഗങ്ങൾ, പരാജയം, അപമാനത്തിന്റെയും നിന്ദിതയുടെയും ഭയം, के मुतालिक तकालीफ ഭാര്യ മക്കളെ സംബന്ധിച്ചുള്ള വേവലാതികൾ, मामलात में उलझ കുടുംബക്കാരുമായുള്ള ബന്ധത്തിലെ പ്രശ്നങ്ങൾ, तो मोमिन दुआ करता है कि सारी किस्म ഇവയെല്ലാം തന്നെ അഗ്നിയാകുന്നു. जब हमने तेरा എല്ലാ തരത്തിലുള്ള തീയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണേ എന്ന് വിശ്വാസി ദുആ ചെയ്യുന്നു. നിന്റെ കോന്തല പിടിച്ച് ഞങ്ങളെ മനുഷ്യ ജീവിതത്തിലെ കൈപ്പുള്ളതാക്കി തീർക്കുന്ന, മനുഷ്യന് അഗ്നിയായി തീരുന്ന ഈ എല്ലാ മാരണങ്ങളിൽ നിന്നും രക്ഷിക്കണേ. दूसरी दुआ जिसकी हमें बहुत നമുക്ക് जरूरत है, इसकी बड़ी अहमियत है, വളരെയധികം ആവശ്യമുള്ള, सूरह बकरा की आखिरी आयत है പ്രാധാന്യമുള്ള രണ്ടാമത്തെ ദുആ സൂറ ബക്കറയിലെ അവസാനത്തെ സൂക്തമാണ്. जिसमें हमें ये ഞാനത് പാരായണം ചെയ്യുകയുണ്ടായി. कि ये दुआ അതിൽ അള്ളാഹു നമ്മോട് ഇങ്ങനെ ദുആ ചെയ്യാൻ പറയുന്നു, नसीना अख्ताना റബ്ബന ലാ തുആഖിദ്ന ഇൻ നസീന ഔ അഖ്തഅന. या हमारे ഞങ്ങളുടെ നാഥ, कोई गलती ഞങ്ങൾ വാക്കുകളോ അല്ലെങ്കിൽ भूल जाने ഞങ്ങൾ മറക്കുകയോ അല്ലെങ്കിൽ ഞങ്ങളിൽ നിന്ന് തെറ്റ് സംഭവിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നീ ഞങ്ങളെ പിടിക്കരുത്. മറക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചെയ്യേണ്ടത് അനിവാര്യമായ കാര്യം ചെയ്യാതിരിക്കുക. नहीं छोड़ा बल्कि भूल गए ഒന്നാമത് മനഃപൂർവ്വമല്ല, മറിച്ച് മറവി കാരണത്താൽ. कि अगर इसको ना किया और वक्त രണ്ടാമതായി അത് ചെയ്തില്ലെങ്കിൽ की कितनी हमारे അത് എത്രത്തോളം തങ്ങളിൽ പ്രഭാവിതമാകും എന്നുള്ള ധാരണ ഇല്ലാതിരിക്കുക. कोई बात नहीं किया तो क्या हुआ, मामूली सा काम है, ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്ന ചിന്തയിൽ കഴിഞ്ഞുപോവുക. भूलने और खता करने से बचा। അതുകൊണ്ടാണ് മറവിയിൽ നിന്നും തെറ്റിൽ നിന്നും രക്ഷിക്കണം എന്ന ദുആ പഠിപ്പിച്ചത്. लेकिन ये यूं भी होता है, ये एक अहम काम है, ഒരു കാര്യം इंसान को तो इल्म नहीं പ്രസക്തമാണോ काम है और कौन सा नहीं। അപ്രസക്തമാണോ എന്ന അറിവ് മനുഷ്യനില്ല. हमारी रूहानी तरक्की में फर्क आ सकता ഏതെങ്കിലും സുപ്രധാന കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ അത് തന്റെ ആത്മീയ വളർച്ചയെ സ്വാധീനിക്കുമെന്ന് അറിയുന്നില്ല. है। हमें एक തങ്ങളുടെ അള്ളാഹുമായുള്ള ബന്ധത്തിൽ കുറവുണ്ടാകുമെന്ന് അറിയുന്നില്ല. दूसरी अगर गलतियां हो गई അതിനാൽ അള്ളാഹുവെ അത്തരത്തിലുള്ള തെറ്റുകളിൽ നിന്ന് രക്ഷിക്കണേ. इसी तरह ഇനി അത്തരത്തിലുള്ള തെറ്റ് സംഭവിച്ചു പോയാൽ ശിക്ഷിക്കരുത്. या ऐसा काम അതുപോലെ ഏതെങ്കിലും കാര്യം തെറ്റായ നിലയിൽ ചെയ്താൽ हमें पकड़ में ना, അല്ലെങ്കിൽ ചെയ്താത്ത കാര്യം ചെയ്താൽ ഞങ്ങളെ ശിക്ഷിക്കരുത്. बल्कि हमारी खताओं को माफ
फरमा और माफ फरमाते हुए मरिचे उनके असरात से ഞങ്ങളുടെ തെറ്റുകളെ नाराजगी से हमें ക്ഷമിച്ചുകൊണ്ട് അതിന്റെ ദുഷ്പ്രഭാവത്തിൽ നിന്നും लेकिन अगर हम जानबूझकर നിന്റെ കോപത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ये गलत काम എന്നാൽ നാം മനഃപൂർവ്വ തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയും तरीक पर करते चले जाएं, സ്വന്തം अपनी इस्लाह की तरफ कोशिश न करें और फिर ये दुआ भी मांगते रहें तो फिर ये दुआ സ്വന്തം नहीं പരിഷ്കരണത്തിനായി ശ്രമിക്കാതിരിക്കുകയും ചെയ്തുകൊണ്ട് और दुआ के साथ ഈ ദുആ ചോദിക്കുകയാണെങ്കിൽ അത് ദുആ ആകുകയില്ല, മറിച്ച് അള്ളാഹുവിനെയും ദുആയെയും പരിഹസിക്കുകയായിരിക്കും. के लिए होती हैं ना कि ദുആകൾ खुदा को आजमाने സൽപരിണാമത്തിനായിട്ടുള്ളതാണ്, के लिए। इसलिए അള്ളാഹുവിനെ പരീക്ഷിക്കാനുള്ളതല്ല. वही दुआ भी हकीकी दुआ बनेगी और वो भी जैसा कि അതിനാൽ सामने കർമ്മങ്ങളുള്ളിടത്തെ യഥാർത്ഥ ദുആ ഉണ്ടാകുകയുള്ളൂ, पहुंचाओ അതും പൂർണ്ണതയിലേക്ക് എത്തിക്കുക എന്നതാണ് ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞിരിക്കുന്നത്. तहमिल अलैना इस्रन कमा हमलतहु പിന്നീട് പറയുന്നു, मिन क़ब्लिना റബ്ബന വലാ തഹ്മിൽ അലൈന ഇസ്റൻ കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബ്ലിന. वजह से उन्हें ശിക്ഷക്ക് ഹേതുവായ മുൻപുള്ളവർക്ക് ചുമത്തിയതുപോലെയുള്ള ഭാരം ഞങ്ങളിൽ ചുമത്തരുതേ. कि नमाजें पढ़ने या कुरान करीम के ഇവിടെ ഓർക്കേണ്ട കാര്യം, के जो ताल्लुक നമസ്കരിക്കുന്നതോ വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങളെ സംബന്ധിച്ചുള്ള കൽപ്പനകളോ കുറിച്ചോ ഇത് ഞങ്ങൾക്ക് അസാധാരണമായ ഭാരമാണെന്ന് പറയുന്നില്ല. ये पहले फरमा दिया है അള്ളാഹു മുമ്പേ തന്നെ ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ എന്ന് പറഞ്ഞിരിക്കുന്നു. इंसान की ताकत और അള്ളാഹു कुव्वत के തന്റെ मुताबिक देता है। കൽപ്പനകൾ മനുഷ്യന്റെ കഴിവിനും പ്രാപ്തിക്കും അനുസരിച്ചാണ് നൽകുന്നത്. बोझ में डालने के ये मानी है कि बाज जुर्मों की वजह ഈ से ഭാരം ചുമത്തരുത് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചില അപരാധങ്ങൾ കാരണം और हमसे वो गलतियां सर മുൻപുള്ളവർക്ക് ശിക്ഷ നൽകുകയുണ്ടായി. ആ ശിക്ഷ ഞങ്ങളിൽ ഇറങ്ങരുതേ, ഞങ്ങളിൽ നിന്ന് ആ അപരാധങ്ങൾ ഉണ്ടാകരുതേ. മുൻപുള്ളവരിൽ നിന്നും സംഭവിച്ചത് और फिर അവർ നശിക്കുകയും ചെയ്തു. हमें सजा भी ना मिले जो पहले തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയും ഞങ്ങളെ ശിക്ഷിക്കരുത് എന്ന് ദുആ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ഇത് സംഭവ്യമല്ല. उन्हीं का ഇത് പൊതുനിയമത്തിനെതിരാണ്. बस ये दुआ और साथ बुरे अमाल से बचने की कोशिश ही അതിനാൽ ഈ ദുആയും सजा से बचाती है। അതോടൊപ്പം ദുഷ്കർമ്മങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിനുള്ള ശ്രമവുമാണ് മനുഷ്യനെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കുന്നത്. उन पर ऐसी हुकूमतें मुसल्लत कर दी പൂർവികരുടെ അപരാധങ്ങൾ കാരണത്താൽ അവരുടെ അവകാശങ്ങളെ അവഗണിക്കുന്ന ഭരണാധിപന്മാർക്ക് അവരുടെ മേൽ വിജയം നൽകി. അതിനാൽ और तेरी नाराजगी की वजह से ये सजा ഞങ്ങൾക്ക് ശിക്ഷയായിത്തീരുന്ന ഇത്തരത്തിലുള്ള ഭരണാധികാരികളിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ. നിന്റെ കോപം കാരണത്താലാണ് ഈ ശിക്ഷ ഞങ്ങൾ ഇറങ്ങുന്നത്. കോപത്താലാണെങ്കിൽ വളരെയധികം ദുആ ചെയ്യേണ്ട ആവശ്യമുണ്ട്. तो इस इम्तिहान को भी हमसे हल्का ഇനി ഇത് പരീക്ഷണമാണെങ്കിൽ ഈ പരീക്ഷണത്തെ प्रिय दुआ से ഞങ്ങൾക്ക് ലഘൂകരിച്ചു തരണമേ. बना वला तो हम मिलना माला ताकत लना बे പിന്നീട് റബ്ബന വലാ തുഹമ്മിൽനാ മാലാ ത്വാഖത ലനാ ബിഹി എന്ന ദുആയും പഠിപ്പിച്ചു. ചിലപ്പോൾ या पढ़ रहा മറ്റുള്ളവരുടെ ശിക്ഷയുടെ പ്രഭാവവും മനുഷ്യനിൽ ഉണ്ടാകുന്നു. पहुंच रहा होता है, इसलिए इससे बचने की दुआ ഏതെങ്കിലും രീതിയിൽ അത് സ്വാധീനം ചെലുത്താം. दूसरों के അതിനാൽ അതിൽ നിന്ന് രക്ഷ നേടുന്നതിനുള്ള ദുആ പഠിപ്പിച്ചു. लड़ाई और जंग में അള്ളാഹുവെ മറ്റുള്ളവരുടെ ശിക്ഷയുടെ ദുഷ്പ്രഭാവത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. जिनको मारना मुख्य യുദ്ധങ്ങളിലും ഭീകരാക്രമണങ്ങളിലും കൊല്ലാൻ ഉദ്ദേശിക്കാത്തവരും बताया है, കൊല്ലപ്പെടുന്നു. किसी खास ग्रुप को मारना चाहते ഞാൻ നേരത്തെ जो भी किया പറഞ്ഞു, मासूम बच्चे भी मर जाते ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ അവിടെ എത്തിയവരും കൊല്ലപ്പെടുന്നു. फरमाया है कि माला ताकत लना बे की शर्त इसलिए है നിഷ്കളങ്ക കുട്ടികളും കൊല്ലപ്പെടുന്നു. അതത് മുസ്ലിം തൻഹു പറയുന്നു, മാലാ ത്വാഖത ലനാ ബിഹി എന്ന നിബന്ധന ഇവിടെ കോപത്തിന്റെ കാര്യമല്ല, മറിച്ച് ഭൗതിക വിപത്തുകളെയും പരീക്ഷണങ്ങളെയും കുറിച്ചുള്ള പരാമർശമാണ് എന്നതിനാലാണ്. അള്ളാഹുവിന്റെ ചെറിയ അനിഷ്ടം പോലും അസഹ്യമാണ്, എന്നാൽ ചെറിയ പ്രയാസം സഹിക്കാൻ സാധിക്കുന്നു. ചുരുക്കത്തിൽ ആത്മീയ ശിക്ഷയിലുള്ള ദുആ, जब दुनियावी तकालीफ का जिक्र आया तो वहाँ ये दुआ ഞങ്ങൾക്ക് നിന്റെ ഒരു അരിഷ്ടതയും താങ്ങാൻ സാധിക്കുന്നതല്ല, അതിനുള്ള കഴിവില്ല എന്നാണ്. ഭൗതിക പ്രയാസങ്ങളുടെ പരാമർശം വന്നപ്പോൾ हमेशा फूलों की सेज पर चलता रहूं പഠിപ്പിച്ച ദുആ, എനിക്ക് ചെറിയ ചെറിയ പരീക്ഷണങ്ങളിൽ യാതൊരു ആക്ഷേപവുമില്ല, ഞാൻ എപ്പോഴും പുഷ്പങ്ങളുടെ വീതിയിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്ന് പറയുന്നില്ല. वो इब्तला जो तेरी കാരണം മനുഷ്യനെ പരീക്ഷിക്കുന്നതിനായി बने അള്ളാഹു പറഞ്ഞിട്ടുള്ളത് ഞാൻ പരീക്ഷിക്കുമെന്നാണ്. इब्तला जो दुनिया എന്നാൽ നിന്റെ അനിഷ്ടത്തിന് കാരണമല്ലാത്ത ലോകത്ത് വന്നുകൊണ്ടിരിക്കുന്ന പരീക്ഷണങ്ങളെ സംബന്ധിച്ചുള്ള എന്റെ ദുആ, है कि ആ പരീക്ഷണങ്ങൾ എന്റെ കഴിവിന് അതീതമാകല്ലേ എന്നാണ്. इब्तला मेरी ताकत से बाला हो। मोमिन इब्तलाओं की ख्वाहिश नहीं करता, लेकिन
क्योंकि जैसा कि मैंने कहा खुदा ताला ने ആ फरमाया है, പരീക്ഷണങ്ങൾ എന്റെ കഴിവിന് അതീതമാകല്ലേ എന്നാണ്. വിശ്വാസി പരീക്ഷണങ്ങളെ ആഗ്രഹിക്കുകയില്ല, आस्थान का എന്നാൽ വിശ്വാസികളെ പരീക്ഷിക്കുന്നതാണ് എന്ന് അള്ളാഹു പറഞ്ഞ കാരണത്താൽ പരീക്ഷണത്തെ എളുപ്പമാക്കുന്നതിനുള്ള ദുആ പഠിപ്പിച്ചു തന്നിരിക്കുന്നു. कि वाफो अन्ना मुझसे अफ कर പിന്നീട് പറഞ്ഞു, ഇങ്ങനെ ദുആ ചെയ്യുക, വാഫു അന്ന, ഞങ്ങൾക്ക് മാപ്പ് നൽകണമേ, हो गए हैं, ദുഷ്പരിണാമത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ, വഗഫിർ ലന, എന്നിൽ നിന്ന് സംഭവിച്ച തെറ്റുകളുടെ പ്രഭാവങ്ങളിൽ നിന്നും സ്വാധീനത്തിൽ നിന്നും എന്നെ രക്ഷിക്കണേ, എന്റെ തെറ്റുകളെ മറച്ചുവെക്കണേ, जैसे मैंने गलत काम ഞാൻ എന്നെ തെറ്റ് ചെയ്യാത്തവനെ പോലെ ആക്കി തീർക്കണമേ. रहम के भी होते हैं, और जो चीज किसी इंसान അഫുവിന്റെ അർത്ഥം उसका इजाला കാരുണ്യത്തിന്റേതുമാണ്. ആരിൽ നിന്നെങ്കിലും വിട്ടുപോയ കാര്യങ്ങളെ പരിഹരിക്കുന്നത് അത് എത്തിച്ചു കൊടുത്തിട്ടാണ്. कि जो चीज रह गई है വാഫു അന്ന എന്നതിന്റെ അർത്ഥം रहम से मेरे എന്റെ കർമ്മങ്ങളിൽ വിട്ടുപോയത് നീ നിന്റെ അനുഗ്രഹത്താലും കാരുണ്യത്താലും പൂർത്തിയാക്കി തരണമേ. तो उसे अपने रहम और फजल से मुहैया फरमा दे. वरहमना यानी जो भी मेरे से गलतियां हुई हैं और मेरी तरक्की के रास्ते में रोक വർഹംന എന്നതിൽ നിന്ന് സംഭവിച്ച തെറ്റുകളെയും എല്ലാ പുരോഗതിയുടെ മാർഗങ്ങളിലെ തടസ്സങ്ങളെയും എന്റെ തെറ്റിനാൽ ജമാഅത്തിന്റെ പുരോഗതിയിൽ പ്രഭാവം ചെലുത്തുന്നതിനെയും സംബന്ധിച്ചുമെല്ലാം എന്നിൽ കരുണ കാണിക്കണമേ. പുരോഗതിയിലെ മാർഗങ്ങളിലുള്ള എല്ലാ തടസ്സങ്ങളെയും ദൂരീകരിക്കണമേ. हमारा आका है. അൻത മൗലാന, നീയാണ് ഞങ്ങളുടെ രക്ഷാധികാരി, ഞങ്ങളുടെ യജമാനൻ. आज दुनिया में ജനങ്ങൾ ഞങ്ങളുടെ ദൗർബല്യങ്ങളെ നിന്നിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നതാണ്. कोई ഇന്ന് ലോകത്ത് ഞങ്ങൾ ജമാഅത്താണ് എന്ന് मजमूई तौर पर जमात വാദിക്കുന്ന ഒരു ജമാഅത്തേയുള്ളൂ. बस ഒരു ജമാഅത്ത് അംഗത്തിന്റെ തെറ്റിന്റെ പ്രഭാവം മൊത്തത്തിൽ ചില സ്ഥലങ്ങളിൽ ഉണ്ടാകുന്നു. അതിനാൽ ജനങ്ങൾ ഈ ബലഹീനതകളെ നിന്നിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നു എന്നതിനാൽ, അതായത് भी दूसरों की तरफ तकलीफें पहुंच रही हैं और सजाएं भी मिल रही हैं. ഇവർ പറയുന്നത് ഇത് ദൈവിക ജമാഅത്താണെന്നാണ്. हमारा आका है, അവർക്കും മറ്റുള്ളവരെ പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു, ശിക്ഷയും ഉറങ്ങുന്നു. അതിനാൽ അല്ലയോ നാഥ, നീ ഞങ്ങളുടെ യജമാനനാണ്, होंगी लोग समझें ഞങ്ങൾ നിന്റെ സേവകരും, നീ ഞങ്ങളിൽ കരുണ കാണിക്കണമേ. खुदा ताला से कोई ताल्लुक नहीं. ഞങ്ങളുടെ ബലഹീനതകൾ നിന്നിലേക്ക് ചൂണ്ടിക്കാണിക്കപ്പെടുന്നതാണ്. तबलीग का काम हम कर रहे हैं. ഇത് ഇവരുടെ വാദങ്ങൾ മാത്രമാണ്, അള്ളാഹുമായി ഇവർക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നതാണ്. ഞങ്ങൾ ചെയ്യുന്ന സൽമാർഗത്തിന്റെയും തബ്ലീഗിന്റെയും മാർഗങ്ങളിൽ തടസ്സം നേരിടുന്നതാണ്, അതിൽ സ്വാധീനം ചെലുത്തുന്നതാണ്. प्यार करते हैं ലോകർ സന്മാർഗത്തിൽ നിന്ന് പിന്തള്ളപ്പെടുകയും ചെയ്യും. അതിനാൽ ഞങ്ങൾ കാരുണ്യം യാചിക്കുന്നു, സ്വന്തം തെറ്റുകളെയും അലസതയെയും ഏറ്റുപറയുന്നു, നിന്നിൽ നിന്ന് പൊറുക്കലിനെ തേടുന്നു. हम पर डालते हुए ഫൻസുർന അലൽ ഖൗമിൽ കാഫിരീൻ, നിന്റെ സവിശേഷ ദൃഷ്ടി ഞങ്ങൾ പതിപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്ക് നിഷേധികളുടെ സമൂഹത്തിനുമേൽ വിജയം നൽകണമേ. इस्लाम की तरक्की में रोक वाक़या हो रही है. ഇസ്ലാമിന്റെ പുരോഗതിയിൽ തടസ്സം സൃഷ്ടിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്കുമേൽ ഞങ്ങളെ को हम വിജയിപ്പിക്കണമേ. वाले हों. നിന്റെ നാമത്തെയും നിന്റെ സന്ദേശത്തെയും ഞങ്ങൾ ലോകത്ത് പ്രചരിപ്പിക്കുന്നവരാകട്ടെ. इस्लाम के खिलाफ बातें नहीं कर रहे. ഇന്ന് അമുസ്ലിങ്ങളോ അല്ലെങ്കിൽ ദൈവനിഷേധികളോ മാത്രമല്ല ഇസ്ലാമിനെതിരിൽ പറയുന്നത്, മറിച്ച് മുസ്ലിങ്ങളിൽ തന്നെയുള്ള ഒരു വിഭാഗം ഇക്കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ പ്രചരണ മാർഗത്തിൽ പ്രതിബന്ധമായിരിക്കുകയാണ്. ज्यादा ऐसे हैं മുസ്ലിങ്ങളിൽ നിന്നുള്ള അധികം പേരും इस्लाम को बदनाम कर रहे हैं ഇസ്ലാമിനെ और गैर मुस्लिम दुनिया में അപകീർത്തിപ്പെടുത്തുന്നവരാണ്. में रोक बन रहे हैं. जो शिद्दत पसंद അമുസ്ലിങ്ങൾ ലോകത്ത് നമ്മുടെ പ്രചാരണത്തിൽ തടസ്സമാകുന്നു. ഇസ്ലാമിന്റെ പേരിൽ ഭീകരവാദികളായി തീർന്നിട്ടുള്ള ചില വിഭാഗങ്ങൾ സമർപ്പിക്കുന്ന ഇസ്ലാമിന്റെ जो शिद्दत ഭീകര പാഠങ്ങളുടെ പ്രഭാവം कर रहे हैं, നമ്മുടെ തബ്ലീഗിലും ഉണ്ടാകുന്നു, उसका असर हमारी तबलीग पर भी होता है, हो रहा है. बस ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. से खास शिद्दत ഇക്കാരണത്താൽ इस लिहाज से भी दुआ की जरूरत है. അള്ളാഹുവിന് പ്രത്യേക फिर दुआओं में തീവ്രതയോടുകൂടി ദുആ ചെയ്യേണ്ട ആവശ്യമുണ്ട്. പിന്നീട് ദുആകളിൽ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഇൽഹാമി ദുആയായ റബ്ബി കുല്ലി ഷൈൻ ഖാദിമുക റബ്ബി ഫഅഫ്ളിനി വൻസുർനി വർഹംനി എന്ന ദുആയുമുണ്ട്. हमारी मदद അതായത് അള്ളാഹു നമ്മെ അവന്റെ സംരക്ഷണത്തിൽ വെക്കട്ടെ, നമ്മെ സഹായിക്കട്ടെ, നമ്മിൽ കരുണ ചൊരിയട്ടെ, अभी आज ഇഹ പരലോകത്തെ നന്മകളാൽ നമ്മെ അനുഗ്രഹീതമാക്കട്ടെ എന്ന ദുആയും ഇക്കാലത്ത് ധാരാളമായി ചൊല്ലേണ്ട ആവശ്യമുണ്ട്. तौर पर हर अहमदी को എന്നെയും ഈ ദുആയിലേക്ക് പ്രത്യേകമായി ശ്രദ്ധ ക്ഷണിച്ചിരിക്കുന്നു. അതിനാൽ ഈ ദുആ പ്രത്യേകമായി ഓരോ അഹമ്മദിയും ചൊല്ലേണ്ടതാണ്. അള്ളാഹു എല്ലാ അഹമ്മദികളെയും സർവ്വ ഉപദ്രവങ്ങളിൽ നിന്നും സംരക്ഷിക്കട്ടെ. नेकियों ദീനിലെയും ദുനിയാവിലെയും ആഖിറത്തിലെയും നന്മകൾ നമ്മിൽ വർഷിക്കുമാറാകട്ടെ, നന്മകളിൽ നിലയുറപ്പിക്കട്ടെ. से बचाए.
തെറ്റുകളെയും പിഴവുകളെയും പുറത്തു തരട്ടെ. ഭാവിയിൽ അതിൽ നിന്ന് എപ്പോഴും രക്ഷിക്കട്ടെ. പാകിസ്ഥാനിലെ അഹമ്മദികളോടും പ്രത്യേകിച്ച് പറയുന്നു, അവർ സ്വയം ആത്മപരിശോധന നടത്തിക്കൊണ്ട് ഇതിലേക്ക് ശ്രദ്ധിക്കുക. തങ്ങളുടെ നമസ്കാരങ്ങളിൽ ഈ ദുആകൾക്ക് പ്രത്യേക സ്ഥാനം നൽകുക. ഓരോ അഹമ്മദിയും ദുആയുടെ ആത്മാവ് തന്നിൽ സംജാതമാക്കുക. ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ ദുആയെ ഔന്നത്യത്തിലേക്ക് എത്തിക്കുക. അള്ളാഹു നമുക്കതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞതുപോലെ കറാച്ചിയിൽ ബോംബ് സ്ഫോടനത്തിൽ ഒരു അഹമ്മദി ഷഹീദായിരിക്കുന്നു. അതുപോലെ പാകിസ്ഥാനിൽ ജമാഅത്തിന്റെ ഒരു സേവകന്റെ മരണവുമുണ്ട്. ഇവരുടെ രണ്ടുപേരുടെയും ജനാസ ഗായിബ് ജുമാ നമസ്കാരത്തിന് ശേഷം ജുമാക്ക് ശേഷം ഞാൻ നമസ്കരിപ്പിക്കുന്നതാണ്. അവരുടെ സംക്ഷിപ്ത വിവരണം ഞാൻ പറയാം. ഷഹീദായ വ്യക്തിയുടെ പേര് മുബഷിർ അഹമ്മദ് അബ്ബാസി സാഹിബ് എന്നാണ്. അദ്ദേഹം നാദിർ അബ്ബാസി സാഹിബിന്റെ പുത്രനാണ്. 2013 മാർച്ച് 3-ാം തീയതിയാണ് ഷഹീദായത്. മുബഷിർ അഹമ്മദ് അബ്ബാസി സാഹിബിന്റെ കുടുംബത്തിൽ അദ്ദേഹത്തിന്റെ പിതാമഹൻ തോങ്കർ അലി അബ്ബാസി സാഹിബ് മുഖേനയാണ് അഹമ്മദിയത്ത് പ്രവേശിച്ചത്. അദ്ദേഹം ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പരിശുദ്ധ കരങ്ങളിൽ ബൈഅത്ത് ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ബന്ധം അലിപൂർ ഖേഡ അല്ലെങ്കിൽ കീട UP ഇന്ത്യയുമായിട്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അദ്ദേഹത്തിന്റെ പിതൃ സഹോദരി ഭർത്താവ് മുഹമ്മദ് സാദിഖ് ആരിഫ് സാഹിബും മുഹമ്മദ് യൂസുഫ് സാഹിബ് ഗുജറാത്തി ദർവേഷ് ഖാദിയാനുമായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാമഹൻ ഇന്ത്യൻ പോലീസിലായിരുന്നു. വിരമിച്ചതിനു ശേഷം ജീവിതം വഖഫ് ചെയ്ത് ഖാദിയാനിൽ ബൈത്തുൽ മാൽ ഇൻസ്പെക്ടറായി സേവനമനുഷ്ഠിച്ചു. മുബഷിർ അഹമ്മദ് അബ്ബാസി 1968 ഗുജറൻവാലയിലാണ് ജനിച്ചത്. 45 വയസ്സായിരുന്നു. 1982 തൊഴിൽ സംബന്ധമായി കറാച്ചിയിലെത്തി. ഷഹാദത്ത് സമയത്ത് കറാച്ചിയിലെ ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്യുകയായിരുന്നു. 2013 മാർച്ച് 3 വൈകുന്നേരം മഗ്രിബ് നമസ്കാരത്തിനടുത്ത് കറാച്ചിയിലെ അബ്ബാസ് ടൌണിൽ ഒരു ബോംബ് സ്ഫോടനം നടന്നു. തൽഫലമായി 50-ലധികം ആളുകൾ മരണപ്പെട്ടു. ധാരാളം പേർക്ക് പരിക്കുപറ്റി. അദ്ദേഹത്തിന്റെ താമസവും അബ്ബാസ് ടൌണിലായിരുന്നു. സംഭവത്തിന് 5 മിനിറ്റ് മുമ്പ് ചില മരുന്നുകൾ വാങ്ങുന്നതിനായി വീട്ടിൽ നിന്നും പുറപ്പെടുകയും സ്ഫോടനത്തിൽ അകപ്പെടുകയും ചെയ്തു. മുബഷിർ സാഹിബ് സ്ഫോടനം നടന്ന സ്ഥലത്തിന് വളരെ സമീപത്തായിരുന്നു. സംഭവ സ്ഥലത്ത് തന്നെ ഷഹീദായി. ആദ്യത്തിൽ അദ്ദേഹം കാണാതായി എന്ന വിവരമാണ് ലഭിച്ചത്. പിന്നീട് ടെലിഫോണിൽ ലഭിച്ച വിവരമനുസരിച്ച് ആശുപത്രിയിൽ ചെന്ന് തിരിച്ചറിയാനുണ്ടായത്. മുബഷിർ അബ്ബാസി സാഹിബ് വളരെയധികം സൽപ്രകൃതക്കാരനും എല്ലാവരുമായിട്ടും കൂട്ടുകൂടുന്ന സ്വഭാവക്കാരനുമായിരുന്നു. ഭാര്യ മക്കളുമായും സഹോദരന്മാരുമായും നല്ല ബന്ധമായിരുന്നു. അദ്ദേഹത്തിന് ഭാര്യയെ കൂടാതെ ഖദീജ മുബഷിർ എന്ന 12 വയസ്സുള്ള മകളും 10 വയസ്സുള്ള നാദിർ ബക്ഷ് എന്ന മകനുമാണുള്ളത്. കൂടാതെ 3 സഹോദരന്മാരും സഹോദരിമാരുമുണ്ട്. രണ്ടാമത്തെ ജനാസ ജമാഅത്തിന്റെ ഒരു പഴയ സേവകനായ ഡോക്ടർ സയ്യിദ് സുൽത്താൻ മുഹമ്മദ് ഷാ സാഹിബിന്റേതാണ്. അദ്ദേഹം 2013 മാർച്ച് 3 90-ാമത്തെ വയസ്സിൽ മരണപ്പെടുകയാണുണ്ടായത്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. 1923 ഒക്ടോബർ 16 ജില്ല ഷേഖാപുരയിലെ ഷാ മിസ്കിനിൽ ജനിച്ചു. അദ്ദേഹത്തിന്റെ പിതാവ് ഹസ്രത്ത് സയ്യിദ് സർദാർ അഹമ്മദ് ഷാ സാഹിബ് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സഹാബിയായിരുന്നു. അദ്ദേഹം സുൽത്താൻ സാഹിബിനെ ജന്നത്തിന് മുമ്പ് തന്നെ വഖഫ് ചെയ്തിരുന്നു. അദ്ദേഹം ഇസ്ലാമിയ കോളേജ് ലാഹോറിൽ നിന്ന് BSc ചെയ്തതിനു ശേഷം 1940 മുസ്ലിം യൂണിവേഴ്സിറ്റി അലിഗഡിൽ നിന്ന് MSc കെമിസ്ട്രിയിൽ ബിരുദമെടുത്തു. MSc പാസ്സായ ഉടൻ തന്നെ ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹുവിന്റെ സവിധത്തിൽ ഹാജരായി. അപ്പോൾ ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ താലിമുൽ ഇസ്ലാം കോളേജ് ഖാദിയാനിൽ കെമിസ്ട്രി ലെക്ചററായി നിയമിച്ചു. കോളേജിലെ ആരംഭ ലെക്ചറർമാരിൽ ഉൾപ്പെട്ടിരുന്നു എന്ന ബഹുമതിയും അദ്ദേഹത്തിനുണ്ട്. ഹിജ്റത്തിന് ശേഷം ആദ്യം ലാഹോറിലെ PTI കോളേജിൽ അധ്യാപനം നിർവഹിച്ചു. 1956 അദ്ദേഹം ഇവിടെ ലണ്ടനിൽ വന്നു. 1958 യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടനിൽ നിന്ന് ഓർഗാനിക് കെമിസ്ട്രിയിൽ PhD കരസ്ഥമാക്കി. റബോയിലേക്ക് മടങ്ങിയതിനു ശേഷം TI കോളേജ് റബോയിൽ 1936 വരെ കെമിസ്ട്രി പഠിപ്പിച്ചുകൊണ്ടിരുന്നു. 1963 വീണ്ടും അദ്ദേഹം ലണ്ടനിലെത്തി. 1964 ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പോസ്റ്റ് അപ്ഗ്രേഡ് ചെയ്തു. ഓൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കെമിക്കൽ സൊസൈറ്റിയുടെ ഫെല്ലോ ആയി.
1964 മുതൽ 78 വരെ താലിമുൽ ഇസ്ലാം ഹൈസ്കൂളിൽ പ്രൊഫസർ, ഹെഡ് ഓഫ് കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് എന്നിവയെ സേവനമനുഷ്ഠിച്ചു. 1972 കോളേജും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സർക്കാർ ബലാത്കാരമായി പിടിച്ചെടുത്തപ്പോൾ അദ്ദേഹത്തെ ഗവൺമെന്റ് കോളേജ് റാവൽപിണ്ടിയിലേക്ക് സ്ഥലം മാറ്റി. പിന്നീട് മറ്റു കോളേജുകളിൽ പ്രിൻസിപ്പലായി. ഏതായാലും 1986 അദ്ദേഹം വിരമിച്ചു. അതിനുശേഷം അദ്ദേഹം റബുവയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അവസ്ഥ കണ്ട് സ്വന്തം സ്കൂൾ തുടങ്ങി. നഴ്സറിയും പ്രൈമറിയും ഹൈസ്കൂളും ഉണ്ടായിരുന്നു. ജമാഅത്തിന്റെ മറ്റ് സ്കൂളുകൾ തുടങ്ങുന്നതുവരെ അദ്ദേഹത്തിന്റെ സ്കൂൾ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. കുട്ടികളെ നിയന്ത്രിച്ചിരുന്നു. ഡോക്ടർ സാഹിബ് വളരെയധികം അനുകമ്പയുള്ള വ്യക്തിയും ലളിത പ്രകൃതക്കാരനുമായിരുന്നു. ദരിദ്രരെ, സാധുക്കളെ സഹായിക്കുമായിരുന്നു. വിദ്യ അഭ്യസിക്കാൻ കഴിയാത്തവർക്ക് അതിനായി സഹായിച്ചിരുന്നു. എല്ലാവരോടും നല്ല സ്നേഹബന്ധമായിരുന്നു. അഭിപ്രായങ്ങൾ ആത്മാർത്ഥതയുള്ളതായിരുന്നു. സ്ത്രീകൾക്കായി റബോയിലുള്ള ജാമിയ നുസ്രത്ത് കോളേജിന്റെ സയൻസ് ബ്ലോക്ക് ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസിന്റെ സമയത്ത് ഷാ സാഹിബായിരുന്നു നിർമ്മാണം നടത്തിയത്. ലാഹോറിലെ സെക്രട്ടറി ഇസ്ര ഇർഷാദ് ആയിരുന്നു. 56 മുതൽ 58 വരെ ലണ്ടനിലെ ഖുദ്ദാമുൽ അഹമ്മദിയ ഖായിദായിരുന്നു. അന്നേരം ലണ്ടൻ ജമാഅത്തിന്റെ സെക്രട്ടറി മാലുമായിരുന്നു. ഖിലാഫത്തുമായി അദ്ദേഹത്തിന് അഗാധമായ ബന്ധമായിരുന്നു. അദ്ദേഹത്തിന് 2 പുത്രന്മാരും 2 പുത്രിമാരുമാണുള്ളത്. അദ്ദേഹത്തിന്റെ അധ്യാപന ശൈലി വളരെ ലളിതമായിരുന്നു. ഞാനും കുറച്ചു ദിവസം അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളെ സുഹൃത്തായി കണക്കാക്കിക്കൊണ്ടായിരുന്നു പഠിപ്പിച്ചിരുന്നത്. വലിയ എളിമയുള്ള വ്യക്തിയായിരുന്നു. മുജീബ് അസ്ഗർ സാബ് എനിക്ക് എഴുതുന്നു, ഒരിക്കൽ പാകിസ്ഥാനിൽ ലങ്കർഖാനിൽ ലൂട്ടിലായിരുന്നു. ലങ്കർഖാനയിൽ അദ്ദേഹം വന്നു. അദ്ദേഹത്തിന് ചില അതിഥികൾ വന്നിരുന്നു. അവർക്ക് റൊട്ടി വാങ്ങുന്നതിനായിട്ടായിരുന്നു വന്നത്. ചൂടുള്ള റൊട്ടി നൽകിയപ്പോൾ ഇത് പൊതിനതിനായി തുണി കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ തുണി കൊണ്ടുവന്നിട്ടില്ല എന്ന് മറുപടി പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം സൽവാർ കമ്മീസായിരുന്നു ധരിച്ചിരുന്നത്. കമ്മീസിന്റെ കര എട്ടിയിടുന്നതിനായി നീട്ടി. അതിൽ റൊട്ടി വാങ്ങി മടങ്ങി. ഇങ്ങനെ റൊട്ടിയുമായി പോകുകയാണ് എന്നുള്ള ഒരു ജാളിതമില്ലായിരുന്നു. മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അതിഥികൾക്ക് നൽകാനായിരുന്നു. അങ്ങനെയുള്ള എളിമ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന്റെ പദവികൾ ഉയർത്തുമാറാകട്ടെ. അതുപോലെ ഷഹീദിന്റെയും പദവി ഉയർത്തുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ കുട്ടികൾക്ക് സഹനവും Alhamdulillah nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.